കഴിഞ്ഞില്ല. നിങ്ങൾക്കറിയോ, നമ്മളൊക്കെ മുശ്രിക്കും കാഫിറുമാക്കിയ മുജാഹിദുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഓർക്കണം. എന്താ? നമ്മുടെ നാട്ടിലുള്ള അമുസ്ലിങ്ങളായ ആളുകളുണ്ട്, കാഫിറുകളായ ആളുകൾ, അതായത് അവിശ്വാസികൾ. അവർക്കും അറിയാം അവർ മുസ്ലിങ്ങളല്ല. ഉദാഹരണം പറയാ, നമ്മുടെ നാട്ടിലെ ബാലൻ, രാമൻ, ജോസഫ്, ഇവരൊക്കെ അമുസ്ലിങ്ങളാണെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. അത് ആർക്കും സംശയമില്ല. എന്നാൽ നിങ്ങൾക്കറിയോ, മുജാഹിദ് മൗലവി പറയുന്നത് എന്താണെന്നറിയോ? ഇവരൊക്കെ മുസ്ലിങ്ങളാകുന്നു എന്നാണ്. നിങ്ങൾക്കറിയോ, രാമനും ബാലനും, രാമേട്ടനും ബാലേട്ടനും ഒക്കെ മുസ്ലിമാകുന്നു. പിന്നെ കാഫിർ ആരാ? കാഫിർ ഡാഡിയും തലപ്പാവുള്ളവനൊക്കെ കാഫിറുമാകുന്നു. ഞാൻ വെറുതെ പറയല്ല, മുജാഹിദ് മൗലവി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. അയാളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചേരാം. പറയട്ടെ അയാള്. കാഫിറൂൻ എന്ന ഖുർആനിലെ 109-ാമത്തെ അധ്യായത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. കാഫിർ എന്ന് പറഞ്ഞാരാ? നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് മീമോ കാഫോ എന്ന് ചോദിക്കും. നമ്മൾ മീമോ കാഫോ, സത്യത്തിൽ ചോദിക്കുന്നവനായിരിക്കും കാഫ്, മറ്റോ മീമോ ആയിരിക്കും. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളൊക്കെയാണ് നമ്മൾ എന്താ പറയാ, കാഫ്, നമ്മൾ മീമ്. അങ്ങ് കേൾക്കണോ, ആരാ യഥാർത്ഥത്തിൽ മീമ്? കാഫ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. അതെന്താ അങ്ങനെ? ഇവിടെ കാഫിർ എന്നൊരാളെ പറയപ്പെടാറിയങ്ങള് അയാൾക്ക് സത്യപ്രബോധനം എത്തിയിട്ട് ആ പ്രബോധനത്തെ അയാൾ നിഷേധിക്കണം, അപ്പേ അയാൾ കാഫിറാവുള്ളൂ. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫിറാവില്ലാന്ന്. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫിറാവില്ലാന്ന്. അതെന്തുകൊണ്ട്? ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യമാണ്. ഇയാള് പറഞ്ഞു രാമനും ബാലനും ഒക്കെ കാഫിറല്ല എന്ന് പറഞ്ഞപ്പോ മുജാഹിദുകളോടാണ് പറഞ്ഞത്. അവരിങ്ങനെ തുറച്ചു നോക്കി, എന്താ ഇയാൾ ഈ പറയണത്? റബ്ബേ, രാമനും ബാലനൊന്നും മുസ്ലിം അല്ല, കാഫിറല്ല, മുസ്ലിം ആകുന്നു എന്ന് കാര്യം പറഞ്ഞപ്പോ ഇവർ തുറച്ചു നോക്കുകയാണ്. അപ്പൊ ഇയാള് പറയാ, ഇതൊരു അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, ഇത് ഇന്റെയൊക്കെ തെറ്റ് പറ്റിയതെന്ന് നിങ്ങൾ കരുതണ്ട, ഒരു പുതിയ വിവരമല്ല. ഞങ്ങളിപ്പോ മൗലിമാര് യോഗം കൂടി തീരുമാനിച്ചിട്ട് ഇത് പറയാൻ വേണ്ടി ഇന്നെ വിട്ടതാണെന്നുള്ളപ്പോൾ അയാൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇത് അബദ്ധമൊന്നുമല്ല, യാഥാർത്ഥ്യമാണ് എന്നാ പറയുന്നത്. കേട്ടോളൂ, അയാളെന്നെ പറയട്ടെ. ആരെ കാഫിറാവുള്ളൂ എന്നറിയോ? സത്യദീൻ പ്രവാചകന്മാരെത്തിച്ചു കൊടുത്ത് അവരുടെ കാതുകളിൽ തൗഹീദ് എത്തിച്ചതിന് ശേഷം അവർ അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ കാഫിറായി തീരുക. മനസ്സിലായോ? അള്ളല്ലാതെ ആരാധനക്കറിയില്ല എന്ന് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ഓതി തെളിയിക്കുക. ഉസ്താദ് വരെ അള്ളല്ലാത്തവരെ ആരാധിക്കുക. നാം മനസ്സിലാക്കണം, ഇതാണ് കാഫ്. ഏത്? ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. താടിയും തലപ്പാവുള്ള ആളുകളൊക്കെ കാഫിറുകള്. പിന്നെയോ ബാലനും രാമനും ഒക്കെ മുസ്ലിമുമാകുന്നു. എങ്ങനെയുണ്ട് മതം? മുജാഹിദിന്റെ തൗഹീദാണ് ഇപ്പൊ നമ്മൾ ഈ കേൾക്കുന്നത്. ഈ തൗഹീദ് സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം. ബാലനും രാമനും നമ്മുടെ നാട്ടിലുള്ള അവരൊക്കെ എന്താകുന്നു? മുസ്ലിമാകുന്നു. താടിയും തലപ്പാവും വെച്ച ഉസ്താദുമാർ, പണ്ഡിതന്മാർ, അവരൊക്കെ കാഫിറുകളുമാകുന്നു. എങ്ങനെയുണ്ട്? ഇത് അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ല. ഇനി മറ്റൊരു സ്ഥലത്ത് അയാൾ പറയുന്നത് കേട്ടോളൂ. അയാൾ പറയുന്നതാണ് യഥാർത്ഥ മുസ്ലിം ബാലനും രാമനുമാണ്. കേട്ടോളൂ, അയാൾ പറയട്ടെ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കണ്ടോ? മുഹയ്യദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ആള് കാഫിറാണ്. അതേ അവസരത്തിൽ ഒരു ബാലൻ അദ്ദേഹം എന്തു ചെയ്തു? ഒരിക്കൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അയാൾ നടന്നു പോവുമായിരുന്നു, കാല് വെച്ചു കുത്തി കല്ലിൽ, അപ്പൊ മുറിവായി. അപ്പൊ അയാൾ അറിയാതെ ദൈവമേ രക്ഷിക്കണേ എന്നാണ് പറഞ്ഞാൽ അയാൾ യഥാർത്ഥ മുസ്ലിമാണ്. എങ്ങനെയുണ്ട്? ഇതാ മുജാഹിദ് തൗഹീദ്. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു 1ാം ക്ലാസ്സിൽ മദ്രസയിൽ പോകുന്ന കുട്ടികൾ ഇത് പറയും. ഇവരുടെ പ്രാമാണികമായ ഇവരുടെ വിവരം എത്രയുണ്ട് നിങ്ങൾ അളക്കണം. ഇവർ പറയുന്ന മതം ഏതാണ് നമുക്കറിയുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഈ ആശയത്തിൽ ജീവിച്ച് മരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അവർക്ക് മുജാഹിദാവാം, ഒരു കുഴപ്പമില്ല. ഓന് മുജാഹിദാകാം, ജമാഅത്താകാം, ഖാദിയാനിയാകാം, എല്ലാം ആകാം. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് മുജാഹിദ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ നിങ്ങൾ മുജാഹിദാകുകയോ ഖാദിയാനിയാകുകയോ എന്താ ചായിക്കോളെ. ഇത് പറയാനാണ് നമ്മുടെ പ്രവർത്തകർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്.